കനത്ത മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിൽ വീണ്ടും വെള്ളം കയറി. ATM മുറിയിലും ബാങ്കിനകത്തുമാണ് വെള്ളം കയറിയത്. അവധിയായതിനാൽ ബാങ്ക് തുറന്നിരുന്നില്ല. വെള്ളം കയറിയതറിഞ്ഞ് ജീവനക്കാർ എത്തി ബാങ്ക് തുറന്ന് പരിശോധിക്കുകയാണ്. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇനി കടക്കുന്നത്. കനറ ബാങ്ക് ശാഖയിലാണ് ചെറിയ മഴയിൽ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേ ബാങ്ക് ശാഖയിൽ വലിയ തോതിൽ വെള്ളം ഉണ്ടായിരുന്നു. അന്ന് ഫയർഫോഴ്സ് ഒക്കെ ഇടപെട്ടാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ബാങ്കിൻ്റെ ATM സെൻറ്റർ കാണാം. ഈ ATM സെൻറ്ററിനകത്ത് മുഴുവൻ വെള്ളമാണ്. നിലവിൽ ഈ പണമിടപാടുകാർക്ക് ഈ ATM സെൻറ്ററിൽ എത്തി പണം പിൻവലിക്കാൻ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ബാങ്ക് ശാഖ ഇന്ന് പ്രവർത്തിക്കുന്നില്ല, അവധി ദിവസമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഈ വെള്ളം കയറി എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം അറിഞ്ഞതിന് പിന്നാലെ ബാങ്ക് ജീവനക്കാരെത്തി ബാങ്ക് തുറന്ന് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ബാങ്കിനുള്ളിൽ ചെറിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. മുൻപ് കഴിഞ്ഞ ആഴ്ച കയറി അത്ര വെള്ളമില്ലെങ്കിൽ പോലും ബാങ്കിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വലിയ തോതിൽ വെള്ളം നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ ബാങ്കിൻ്റെ ബാറ്ററി റൂമിലടക്കം ബാങ്കിലെ പ്രധാനപ്പെട്ട എല്ലാ മുറികളിലും തന്നെ വെള്ളക്കെട്ടുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. അവധി ദിവസമാണ്, ബാങ്ക് പരിശോധനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി നമുക്ക് ബാങ്കിനുള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ജീവനക്കാർ പറയുന്നതനുസരിച്ച് ബാങ്കിനുള്ളിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളമുണ്ട്. ഈ ബാറ്ററി റൂമിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനത്തെ ബാധിക്കും. അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ബാങ്ക് തുറക്കുന്ന അന്ന് ഇത് ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനി ഈ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിച്ച് ഒപ്പം തന്നെ ഈ ശാഖ വൃത്തിയാക്കിയതിന് ശേഷമൊക്കെ ബാങ്കിനുള്ളിൽ വീണ്ടും ജീവനക്കാർക്കും ഇടപാടുകാർക്കുമൊക്കെ എത്താൻ സാധിക്കും. ഈ ബാങ്കിന് സമീപത്തുള്ള ഓടകളുടെ തകരാറാണ് ഇത്തരത്തിൽ വീണ്ടും തുടർച്ചയായി ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകും കാരണമെന്നാണ് സമീപവാസികൾ ആയിട്ടുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അത്തരത്തിൽ ഈ ഓട ശരിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ചെറിയ മഴ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഓട തകരാറിലാകും. അടുത്തൊരു പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓടകളൊക്കെ പുനഃക്രമീകരിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. നാട്ടുകാർ ഒക്കെയുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ഓട്ടോ ചേട്ടൻ നമ്മോട് പ്രതികരിച്ചു. ചേട്ടാ, ഈ വെള്ളക്കെട്ടിന് കാരണം എന്താ? ഓട പ്രശ്നമാണോ? ഓട പ്രശ്നമാണ് മുഖ്യ കാര്യം. ആ മെയിൻ ഓടയിലുള്ള വെള്ളം പോകുന്നില്ല, അതുകൊണ്ടാണ് കാര്യം. നേരെ ഇങ്ങോട്ട് നേരെ കലുവാരത്തോട്ട് ഇറങ്ങേണ്ടത്, അങ്ങനെ പോകുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു നാട്ടുകാരനായ ആളാണ് ഇതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ജീവനക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചു. പക്ഷേ ഔദ്യോഗികമായി അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അവധി ദിവസമാണ്, അവർ ബാങ്ക് തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നാളെ തന്നെ ഈ വെള്ളക്കെട്ട് ഉള്ളിലെ വെള്ളം മാറ്റി പ്രശ്നപരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് അവരുടെ ഭാഗത്ത് പറയുന്നത്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ബാങ്ക് അവധിയൊക്കെ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇടപാട് നടത്തുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. എന്തായാലും ഈ ചെറിയ മഴയിൽ പോലും ഈ കനറ ബാങ്കിൽ തുടർച്ചയായി വെള്ളം കയറുകയാണ്. ഈ ഓടകളുടെ പ്രശ്നം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമികമായി നിഗമനം. ഒരു ബാങ്കാണ്, ആ ബാങ്കിൻ്റെ ഇടപാടുകൾ വരും. അങ്ങനെ ഇടപാടുകൾ വരുമ്പോൾ ഇത്തരത്തിൽ നിരന്തരം വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് വലിയ ബാധ്യത ഉണ്ടാകുന്ന കാര്യമാണ്. ബാങ്കിലെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഉൾപ്പെടെ കാരണമാകും. എന്തായാലും നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും ഈ ബാങ്ക് നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക തന്നെ വേണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ചെറിയ മഴ പെയ്താൽ പോലും ബാങ്കിനകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് എന്ന് നാട്ടുകാർ, അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. സമീപത്തുള്ള ഓടയാണ് വില്ലൻ എന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്ന് ബാങ്ക് അവധിയായിരുന്നു, അതുകൊണ്ട് അവിടെ വെള്ളം നീക്കുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ അവധിയൊക്കെ കഴിഞ്ഞ് സേവനത്തിനായി ആളുകൾ എത്തുന്നതിന് മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് അവിടെ ഉണ്ടാകുന്നത്. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.